മലപ്പുറത്തേക്കാണ് ഇനി. മലപ്പുറം എടയൂരിൽ വയോധികനെ കാണാനില്ലെന്ന് പരാതി. എടയൂർ സ്വദേശി പോക്കറിനെയാണ് ഇന്നലെ ഉച്ച മുതൽ കാണാതായത്. എടയൂരിലെ ചേരുകുളത്ത് പോക്കറിന്റെ ചെരുപ്പ് കണ്ടെത്തി. 6 വയസ്സുള്ള പോക്കർ വയസ്സുള്ള പോക്കർ ഇന്നലെ സഹോദരിയുടെ വീട്ടിൽ പോയതായിരുന്നു. ഓർമ്മക്കുറവുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. VK ജിഷാദ് വിവരങ്ങളുമായി ചേരുകയാണ്. ജിഷാദ്, എന്താണ് ഇദ്ദേഹത്തിന്റെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്? ബന്ധുക്കൾ എന്താണ് ഇതിൽ പരാതി നൽകിയിട്ടുണ്ടോ? എന്താണ് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്? രേണുക, ബുധനാഴ്ച ഉച്ച മുതലാണ് എടയൂർ സ്വദേശി പോക്കറിനെ കാണാതായിട്ടുള്ളത്. ഇദ്ദേഹത്തിന് 96 വയസ്സാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ പോയതായിരുന്നു. ഇത് അല്പം അടുത്താണ് ഈ വീട്. അവിടെ നിന്ന് മടങ്ങിയ അദ്ദേഹം പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. വാർദ്ധക്യ സമയമായ ഓർമ്മക്കുറവുണ്ടെന്ന് പറയപ്പെടുന്നു വീട്ടുകാർ. വീട്ടിൽ തിരിച്ചെത്തിയതിനെ തുടർന്ന് കുടുംബം വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇപ്പോൾ പോലീസും നാട്ടുകാരും ചേർന്ന്, അതായത് എടയൂർ പഞ്ചായത്തിലെ പഞ്ചായത്തിലെ ചേരുകുളത്ത് കുറ്റിക്കാടിന് സമീപത്ത് ഇദ്ദേഹത്തിന്റെ ചെരുപ്പുകൾ കണ്ടെത്തിയിരുന്നു. ഇതിന് സമീപത്ത് ഒരു കോറിയുണ്ട്. അവിടെയും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരച്ചിലിന് നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. കൂടാതെ ഈ പ്രദേശങ്ങളിലേക്കെല്ലാം പോലീസ്, അതായത് കുറ്റിക്കാടുകൾ അതുപോലെ തന്നെ കുളങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും വളാഞ്ചേരി പോലീസ് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് തെരച്ചിൽ നടത്തുവാനും അതുപോലെ തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ. സാധാരണ ബന്ധുവീടുകളിലൊക്കെ ഒറ്റയ്ക്ക് പോയി തിരിച്ചെത്തുന്ന വ്യക്തിയാണോ പോക്കർ? രേണുക, ഇദ്ദേഹത്തിന് 96 വയസ്സുണ്ട്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ഉണ്ട്. ഇന്നലെ വീട്ടിൽ നിന്ന് ഉച്ചയോട് കൂടിയാണ് മടങ്ങുന്നത്. പിന്നീട് വൈകിട്ട് സഹോദരി വീട്ടിൽ നിന്നും പോന്നെങ്കിലും ഇദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. അതിനെ തുടർന്നാണ് വളാഞ്ചേരി പോലീസിനെ ബന്ധുക്കൾ സമീപിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ മിസ്സിംഗ്, അതായത് ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രേണുക. ശരി. 60 വയസ്സുള്ള വയോധികനെയാണ് കാണാനില്ല എന്ന പരാതി ഉയർന്നിരിക്കുന്നത്. തെരച്ചിൽ തുടരുകയാണ്. ഓർമ്മക്കുറവുള്ള വ്യക്തിയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ചെരുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതും ചില സംശയങ്ങൾക്ക് ഇട നൽകുന്നതാണ്. എന്തായാലും തെരച്ചിൽ തുടരുന്നു. ജിഷാദാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.